Hi guys, welcome back. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് VMware ഇൻസ്റ്റാൾ ചെയ്തു, അതുപോലെ തന്നെ അതിൽ Kali Linux ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ടാർഗറ്റ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്ന്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് Metasploitable 2, അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടാർഗറ്റ് മെഷീന് Metasploitable 2 ആണ്. അതായത് ഈ ഒരു Metasploitable 2ൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഏത് തരം അറ്റാക്സും കാര്യങ്ങളും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. സ്കാനിങ്ങിലായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ട് ആ ഒരു Metasploitable അറ്റാക്കർ മെഷീൻ അല്ല, ടാർഗറ്റ് മെഷീൻ വിക്ടിം ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ്റെ പ്രത്യേകത. അത് നിങ്ങൾ തുടരെ ഉള്ള വീഡിയോയിൽ ഇനി അടുത്തതായി വരുന്ന എപ്പിസോഡ്സിലും കാര്യങ്ങളും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു മെയിൻ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് Metasploitable 2 ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു Metasploitable 2ൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ലേറ്റസ്റ്റ് വേർഷൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ Metasploitable ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിത് വെർച്വൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ഇവിടെ ഈ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇത് എക്സ്ട്രാക്ട് ചെയ്യണം, ഈ ഒരു ഫയൽ. അപ്പോൾ അതിന് ആദ്യം എക്സ്ട്രാക്ട് ആളെന്ന് അടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ Metasploitable ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ 2-3 ഫയൽസ് വരുന്നുണ്ട്. അതിൽ നമ്മൾ വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ഫയലിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഒരു കോൺഫിഗറേഷൻ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും ഇവിടെ ഓപ്പൺ ആവുക. അപ്പോൾ നമുക്ക് ഈ ഒരു Metasploitable സക്സസ്ഫുള്ളി നമ്മളിവിടെ VMwareൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പവർ ഓൺ ഡിവൈസ് അടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിവൈസ് പവർ ചെയ്യുക, അതായത് ഓൺ ആക്കുക. അപ്പോൾ ഐ മൂവ് ഇറ്റ് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഇത് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ Metasploitable ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനി എൻ്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഡിഫോൾട്ട് ലോഗിൻ ഐ ഡിയും പാസ്വേഡും ആണ് msfadmin. അതായത് നമ്മൾ ജസ്റ്റ് ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് msfadmin ഓക്കെ ജസ്റ്റ് എൻ്റർ ചെയ്യാം. അത് തന്നെയാണ് പാസ്വേഡും msf. അപ്പോൾ ഇത് തന്നെയാണ് പാസ്വേഡും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ ഒരു അറ്റാക്കർ മെഷീൻ നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ ഓപ്പൺ ആക്കി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ അറ്റാക്കർ മെഷീനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസിൽ നെക്സ്റ്റ് എപ്പിസോഡിലും കാരണം നമ്മൾ ഈ ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത് ഫോർ അറ്റാക്കിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ടുമോറോ.